ഭഗവാനെ, ഈ വ്യക്തിയുടെ നോർമൽ ആയിട്ടുള്ള എനർജി എന്താണ്? Alright. ഈ വ്യക്തിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ പെട്ടെന്നൊന്നും ചാടിക്കേറി എടുക്കില്ല. വളരെയധികം ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എല്ലാ സൈഡിലും ഇമോഷൻസ് ആയിട്ട് ഒരിക്കലും ഈ വ്യക്തി ഒരു തീരുമാനവും എടുക്കാറില്ല എന്നാണ് പറയുന്നത്. എല്ലാം വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ച് വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണമാണ്. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും, ഇതുകൊണ്ട് ആർക്കൊക്കെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്, ആർക്കൊക്കെയാണ് ഗുണമുണ്ടാകാൻ പോകുന്നത്, ഇതൊക്കെയാണ് പിന്നീട് ഇത് പണിയായിട്ട് വരുമോ, എല്ലാം വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ഇമോഷണൽ ആയിട്ട് ഒരു കാര്യത്തിലും തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാല് നിങ്ങള് ഇമോഷണൽ ആണെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഒന്നും ഈ വ്യക്തിക്ക് ഏൽക്കില്ല എന്നാണ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള, സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുന്ന, വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. മനസ്സിലായോ? അപ്പൊ ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം ദ്രോഹിക്കണം, ഹേർട്ട് ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും ഈ വ്യക്തിക്കില്ല. പക്ഷെ ഈ വ്യക്തിയുടെ അടുത്തേക്ക് ആരെങ്കിലും വന്ന് പണി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പണി കൊടുക്കുന്നതിൽ ഒരു സംശയവും വേണ്ട. അതിലൊരു കുറ്റബോധവും ഈ വ്യക്തിക്ക് തോന്നില്ല. ഒരു പ്രാവശ്യം നിങ്ങളെ വെറുത്ത് കഴിഞ്ഞാൽ, അത് ആരാണെങ്കിലും അത് വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവരെ സ്നേഹിക്കില്ല. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഈ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ പിന്നെ ഒരിക്കലും അവരെ വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ വ്യക്തിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു എനർജി. ഇപ്പോ എന്തവസ്ഥയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്? ഇപ്പൊ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? വീട്ടുകാരോടെല്ലാം സ്നേഹമുള്ള തരം ഒരു വ്യക്തിയാണ് കേട്ടോ ഇത്. ഈ വ്യക്തി സ്വന്തം കാര്യം നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം തുടങ്ങുമ്പോൾ മിക്കവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ടോ, ഒന്നും മുഴുവനാക്കാൻ പറ്റാറില്ല. അങ്ങനെയുള്ളവർക്ക് പല പ്രോജക്ട്സ് ചെയ്യുക, പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യുമ്പോൾ അവർക്ക് ആ കാര്യങ്ങളൊന്നും മുഴുമിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. ക്വാളിറ്റിയില് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് കാര്യമാണോ ചെയ്തിട്ടിരിക്കുന്നത് അതില്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി